ഹായ്. ഇന്ന് നമ്മൾ പറയുന്നത് കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പൊളിറ്റിക്സിലെ വന്നിരിക്കുന്ന 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2021ലെയും 2024ലെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതെന്തായാലും പഠിച്ചിട്ട് പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഘടനകൾ എന്നിവ ഏത്? വിശദീകരിക്കുക. അപ്പോൾ ചുമതലകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് വിശദമായിട്ട്. എന്നാലും അതിൻ്റെ പോയിന്റ്സ് ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക, വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക, തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുക, തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനും റദ്ദാക്കാനുമുള്ള അധികാരം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, MP, MLA എന്നിവരെ തിരഞ്ഞെടുക്കുക, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക, തെരഞ്ഞെടുപ്പ് കണക്ക് പരിശോധിക്കുക, പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിച്ചു കൊടുക്കുക. ഇത്രയാണ് മെയിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന നോക്കാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലവൻ. സാധാരണയായി ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഈ പദവിയിൽ ഇരിക്കുന്നത്. അതുകൂടാതെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും കൂടി ഉണ്ടാവും. അതാണ് കമ്മീഷനിലെ അംഗങ്ങൾ. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് ആണ് കമ്മീഷനെ സേവിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിന്റെ ചുമതലകൾ. 1. നിയമനിർമ്മാണം. പാർലമെന്റ് പ്രധാന ചുമതല നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ്. ഇതിനായി ബില്ലുകൾ അവതരിപ്പിക്കുകയും ചർച്ചകൾക്ക് ശേഷം ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കുകയും ചെയ്യുന്നു. 2. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും അവർ ജനഹിതത്തിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. 3. സാമ്പത്തിക നിയന്ത്രണം. രാജ്യത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടുന്ന ബഡ്ജറ്റ് പാർലമെന്റിലാണ് അവതരിപ്പിക്കുന്നത്. ഇത് ചർച്ച ചെയ്ത് അംഗീകാരം നൽകുന്നത് പാർലമെന്റാണ്. പ്രാതിനിധ്യ ചുമതല. പാർലമെന്റിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ അധികാരമുണ്ട്. ചർച്ചാപരമായ ചുമതല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ചർച്ചാവേദിയാണ് പാർലമെന്റ്. രാഷ്ട്രം നേരിടുന്ന ഏത് പ്രശ്നത്തെക്കുറിച്ചും വിശകലനം നടത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഭരണഘടനാ ഭേദഗതി. രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതല. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവരെ തിരഞ്ഞെടുക്കുന്നതിൽ പാർലമെന്റിന് പങ്കുണ്ട്. നീതിന്യായ ചുമതലകൾ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഹൈക്കോടതി, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ വിചാരണ ചെയ്ത് നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. അപ്പോൾ പാർലമെന്റിന്റെ ചുമതലകൾ ഒന്നുകൂടി പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക, സാമ്പത്തികം നിയന്ത്രിക്കുക, പ്രാതിനിധ്യ ചുമതല, ചർച്ചാപരമായ ചുമതല, ഭരണഘടനാ ഭേദഗതി, തിരഞ്ഞെടുപ്പ് ചുമതല, നീതിന്യായ ചുമതലകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഇതും ഒരു എസ്സേ ആയിട്ട് വന്നതാണ്. ദ്വിഭരണ സംവിധാനം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അധികാരം പങ്കിടുന്നതിനെയാണ് ദ്വിഭരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ദ്വിഭരണ സംവിധാനമാണ്. അധികാര വിഭജനം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ അധികാരം വിഭജിച്ചേക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം, വിദേശകാര്യം, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, കറൻസി ഒക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. പ്രതിരോധം, വിദേശകാര്യം, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, കറൻസി എന്നിവയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് പോലീസ്, ക്രമസമാധാനം, വാണിജ്യം, കൃഷി, ജലസേചനം. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് വിദ്യാഭ്യാസം, വനം, തൊഴിൽ, സംഘടനകൾ, വിവാഹം, ദത്തെടുക്കൽ. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് പോലീസ്, ക്രമസമാധാനം, വാണിജ്യം, കൃഷി, ജലസേചനം. കൺകറന്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം, വനം, തൊഴിൽ, സംഘടനകൾ, വിവാഹം, ദത്തെടുക്കൽ. ഇത്തരം കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ അധികാര വിഭജനം 3ആയിട്ടാണ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അടുത്തത് ഭരണഘടനാ മേധാവിത്വം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഫെഡറൽ തത്വങ്ങളെല്ലാം ഭരണഘടനയിൽ അധിഷ്ഠിതമാണ്. അടുത്തത് സ്വതന്ത്ര ജുഡീഷ്യറി. ഫെഡറൽ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കോടതിയാണ് സുപ്രീം കോടതി. അടുത്ത ക്വസ്റ്റ്യൻ,
ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു ഭരണഘടന അനിവാര്യമാണ്. സുഗമമായ പ്രവർത്തനത്തിന് ഒരു ഭരണഘടന അനിവാര്യമാണ്. ഭരണഘടനയുടെ ചുമതലകൾ വിശദീകരിക്കുക. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒരു ഭരണഘടന അനിവാര്യമാണ്. അപ്പോൾ ചുമതലകൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആ പോയിന്റ്സ് നോക്കാം. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. അപ്പോൾ ഭരണഘടന സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഏകോപിപ്പിക്കുകയും നിയമങ്ങൾ അനുസരിച്ച് എല്ലാവരും നിയമം അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ, തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ഒരു സമൂഹത്തെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ഭരണഘടന വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ഗവൺമെന്റ്, അതുപോലെ തന്നെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ്. അങ്ങനെ ആർക്കാണ് തീരുമാനം എടുക്കാനുള്ള അധികാരം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കൽ. നിർണയിക്കൽ. അപ്പോൾ സമൂഹത്തെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ഭരണഘടന ഗവൺമെന്റിനാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ഗവൺമെന്റിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് സ്വേച്ഛാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുകയും സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുകയും ചെയ്യും. അപ്പോൾ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാമെന്നുള്ള അധികാരങ്ങൾക്ക് അവിടെ പരിധി നിർണയിക്കുന്നത് ഭരണഘടനയാണ്. അടുത്തത്, സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. നമ്മൾ സ്വതന്ത്രവും സമത്വപൂർണവുമായ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ലക്ഷ്യം. അത് നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നിർണ്ണയിക്കുകയും അത് നേടിയെടുക്കുന്നതിനും വേണ്ട എല്ലാ മാർഗരേഖകളും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നിർണ്ണയിക്കുകയും അത് നേടിയെടുക്കാൻ വേണ്ട എല്ലാ മാർഗരേഖകളും എവിടെ പറഞ്ഞിട്ടുണ്ട്? ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ജനതയുടെ മൗലിക വ്യക്തിത്വം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ എല്ലാ വ്യക്തികളുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജനതയുടെയും മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നത് അതാത് നാട്ടിലെ ഭരണഘടനയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നു. സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും, പിന്നെ ജനതയുടെ മൗലിക വ്യക്തിത്വം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ വിശദീകരിക്കുക. ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാനിത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. സമത്വത്തിനുള്ള അവകാശം. ഒന്നാമത്തെ അവകാശം സമത്വത്തിനുള്ള അവകാശം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് സമത്വം വേണ്ടത്? നിയമത്തിന് മുന്നിൽ സമത്വം വേണം. നിയമം മുഖേന തുല്യ സംരക്ഷണം വേണം. വിവേചനത്തിൽ നിന്ന് സംരക്ഷണം വേണം. അവസര സമത്വം വേണം. അയിത്ത നിർമ്മാർജ്ജനം, ബഹുമതികൾ ഒഴിവാക്കൽ. ഇതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നത്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇത്രയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്. അടുത്തത് ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ്. ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ നമുക്കറിയാം, പണ്ട് അടിമകളെ പോലെ മനുഷ്യനെ താഴേക്കിടയിലുള്ള ആളുകൾ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യനെ വിൽപ്പന ചെറുക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും 23-ാം വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ പണിയെടുപ്പിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. അതായത് ബാലവേല നിരോധിച്ചിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ പറയുന്നത്. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്തൊക്കെയാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക, അതേപോലെ മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക മാത്രമല്ല പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. അതുപോലെ മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടുകൾക്ക് നികുതി ഒഴിവാക്കുന്നു. പക്ഷെ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശവും
അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള അവകാശമാണ് പറയുന്നത്. അടുത്തത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ. ആ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങളിലാണ് റിട്ടുകൾ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഭരണഘടനയുടെ ഈ പ്രതിവിധികൾക്കുള്ള അവകാശം 32ാം വകുപ്പിനെ നമ്മൾ പറയുന്നതാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 5 റിട്ടുകളാണ് പറയുന്നത്. ഹേബിയസ് കോർപ്പസ്, ഒരാളുടെ ശരീരം, അതായത് നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ച ആളെ ഹാജരാക്കാനുള്ള ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ എന്താണ്, അതായത് ഒരു ആള് അയാളുടെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുമൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇറക്കുന്ന റിട്ടാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ എന്താണ്? കീഴ്ക്കോടതികൾ അധികാരാതിർത്തി ലംഘിക്കുമ്പോൾ മേൽക്കോടതി പുറപ്പെടുവിക്കുന്നതാണ് പ്രൊഹിബിഷൻ. ഇനി സെർഷ്യോററി എന്താണ്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. കോവാറണ്ട് എന്താണ്? അർഹതയില്ലാത്ത സ്ഥലത്ത് ഉദ്യോഗം വഹിക്കുന്ന ആളെ തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അപ്പൊ ഈ റിട്ടുകളാണ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തിൽ മെയിനായിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നീതിയുടെ 3 തത്വങ്ങൾ വിശദീകരിക്കുക. ആദ്യത്തെ തത്വം, തുല്യരെ തുല്യരായി പരിഗണിക്കുക. ഒരു മനുഷ്യനെന്ന നിലയിൽ ചില സ്വഭാവ സവിശേഷതകൾ പങ്കിടുന്ന വ്യക്തികളോടുള്ള തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയെയും സൂചിപ്പിക്കുന്നു. അതായത് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യ, സ്വത്തവകാശം, പൗരാവകാശങ്ങൾ, അതുപോലെ വോട്ടവകാശം, അങ്ങനെ രാഷ്ട്രീയ അവകാശങ്ങൾ, രാഷ്ട്രീയ പ്രക്രിയകൾ, അങ്ങനെ ഒരു വ്യക്തിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ അവകാശങ്ങളും പ്രാപ്തമാക്കുക. ജാതി, വംശം, മതം എന്നിവയുടെ പേരിലൊന്നും ഒരു വിവേചനവും ഇവിടെ വരാൻ പാടില്ല എന്നുള്ളതാണ് തുല്യരെ തുല്യരെ പരിഗണിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ആനുപാതിക രീതി, എല്ലാവരും തുല്യ അവകാശങ്ങളുടെ ഒരേ അടിസ്ഥാന രേഖയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ ചില സമയത്ത് നീതി എന്നത് അവരുടെ പരിശ്രമത്തിന്റെ അളവിനും ഗുണനിലവാരത്തിനും ആനുപാതികമായി ആളുകൾക്ക് പ്രതിഫലം നൽകുക എന്നതാണ്. അപ്പൊ ഇവിടെ ആനുപാതിക നീതി എന്ന് പറഞ്ഞാൽ എന്താ? ചില എന്താണ് സന്ദർഭത്തില് ആളുകളുടെ ഗുണനിലവാരത്തിന് അനുപാതികമായി അവർക്ക് പ്രതിഫലം നൽകുകയാണ്. ഒരേ ജോലിക്ക് ആളുകൾക്ക് ഒരേ പ്രതിഫലം ലഭിക്കണമെങ്കിലും ആവശ്യമായ പരിശ്രമവും കഴിവും കൂടുതലുള്ള ആൾക്കാർക്ക്, അതുപോലെ അതിന് മാത്രമായ അപകട സാധ്യതകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രതിഫലം നൽകുന്നത് ന്യായമാണ്. അതാണ് ആനുപാതിക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രത്യേക ആവശ്യങ്ങളുടെ അംഗീകാരം. നീതിയുടെ 3ാമത്തെ തത്വമാണിത്. പ്രതിഫലങ്ങളോ കടമകളോ വിതരണം ചെയ്യുമ്പോൾ ഒരു സമൂഹം ആളുകളെ പ്രത്യേക ആവശ്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. സമൂഹം ആളുകളുടെ പ്രത്യേക ആവശ്യങ്ങൾ കണക്കിലെടുക്കണം. ഈ സാമൂഹിക നീതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി കണക്കാക്കും. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ അവരുടെ അടിസ്ഥാന പദവിയുടെയും അവകാശങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നീതി ആളുകളെ തുല്യമായി പരിഗണിക്കണമെന്ന്. അപ്പൊ അവരുടെ അടിസ്ഥാന പദവിയുടെയും അവകാശങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇപ്പൊ SC/ST സംവരണമൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരെയും തുല്യമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാം. ഇതൊക്കെയാണ് നീതിയുടെ 3 തത്വങ്ങളായിട്ട് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും 4 രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾ വിവരിക്കുക. വ്യക്തി സ്വാതന്ത്ര്യം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒന്നാണ് വ്യക്തി സ്വാതന്ത്ര്യം. ഇത് വ്യക്തിയുടെ അവകാശങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദഫലമായി ഉയർന്നു വന്ന ഒരു തത്വശാസ്ത്ര സമീപനമാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദഫലമായി ഉയർന്നു വന്ന ഒരു തത്വശാസ്ത്ര സമീപനമാണ്. മൗലികാവകാശങ്ങളിൽ ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, സാമൂഹ്യ നീതി. ഇന്ത്യൻ ഭരണഘടന സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. അയിത്തം നിരോധിച്ചു, SC/ST വിഭാഗക്കാർക്ക് സംവരണമൊക്കെ ഏർപ്പെടുത്തി. ഇതൊക്കെ സാമൂഹ്യനീതിയുടെ ഭാഗമാണ്. ന്യൂനപക്ഷ അവകാശങ്ങളോടും വൈവിധ്യങ്ങളോടുമുള്ള ആദരവ്. വൈവിധ്യങ്ങളെയും അസമത്വങ്ങളെയും ഒക്കെ തിരിച്ചറിയുകയും ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അസമത്വം കുറയ്ക്കാനുള്ള ധീരമായ നടപടികൾ സ്വീകരിച്ചു. മതേതരത്വം. ഇന്ത്യൻ ഭരണഘടന തീർത്തും മതേതര സ്വഭാവമുള്ളതാണ്. എല്ലാ മതങ്ങൾക്കും ഇവിടെ തുല്യ പ്രാധാന്യം നൽകുന്നു. സാർവത്രിക വോട്ടവകാശം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. വരുമാനമോ ജാതിയോ മതമോ ലിംഗഭേദം തുടങ്ങിയ കാര്യങ്ങളെ പരിഗണിക്കാതെയാണ് ഈ അവകാശം അനുവദിക്കുന്നത്.
അടുത്തത് ഫെഡറലിസം. ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുള്ള ബന്ധവും അധികാര വിതരണങ്ങളും ക്രമീകരിക്കാനായി ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയമങ്ങളാണ് ഇന്ത്യയിലെ ഫെഡറലിസത്തെ രൂപപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഫെഡറലിസമാണ് കൂടുതലും. സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നതാണ് ഇന്ത്യയുടെ നിർവചനം. നമ്മുടെ എല്ലാ അധികാരങ്ങളെയും 3 ലിസ്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ അതിനകത്താണ് ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയമനിർമ്മാണം, അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ, എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, ഇവയിലെല്ലാം ഈ വീതം വെപ്പ് നമുക്ക് കാണാനാകും. ഇനി ദേശീയ സ്വത്വം. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള രാഷ്ട്രീയ തത്വങ്ങളും സങ്കല്പങ്ങളും ചിന്താരീതികളും രൂപപ്പെടുത്തി സ്വന്തമായൊരു സ്വത്വം രൂപപ്പെടുത്താൻ രാഷ്ട്രീയ തത്വശാസ്ത്രം സഹായിച്ചു. ഇത്തരം കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളിൽ പറയുന്നത്.